ഹേയ് ഗൈസ്, അങ്ങനെ ഞാൻ എൻ്റെ വീണ്ടും ആർട്ട് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ആർട്ട് ചെയ്യുന്നത് മലപ്പുറത്തുള്ളൊരു കഫേയിലാണ് കേട്ടോ. 2-3 മാസമായിട്ട് ഓപ്പൺ ആക്കിയിട്ടുള്ള ഒരു കഫേയാണ്. പക്ഷേ ഇതിൽ ആർട്ട് വർക്കൊന്നും ചെയ്തിട്ടില്ല. എന്നാൽ പിന്നെ ഞാൻ ഈ കഫേയിലുള്ള ഫുൾ വാളും ആർട്ട് ചെയ്താണ് കൊളാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കഫേയുടെ കയറി ചെല്ലുന്ന ഭാഗത്ത് ഒരു വാളിൽ ഞാൻ ആർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ചിങ്ങനെ റഫായിട്ടുള്ളൊരു വാളാണ്. ഇതിൽ വൈറ്റ് കളർ അടിച്ചിട്ടുണ്ട് മുന്നേ തന്നെ. അപ്പോൾ ഈ വൈറ്റ് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ചേട്ടന്മാർ ഹെൽപ്പ് ചെയ്തായിരുന്നു കേട്ടോ. പിന്നെ എനിക്കിതിൽ ആർട്ട് മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഒരു തീം വരുന്നത് എന്തെങ്കിലും ഒരു ഫുഡിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് മോഡേൺ ആയിട്ടുള്ള ഒരു ആർട്ട് ഉണ്ടല്ലോ, അതായത് ലീഫ്, ഫ്ലവേഴ്സ് അങ്ങനെയൊക്കെ ഉള്ളതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ വരുന്നത്. അപ്പോൾ ഞാൻ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ നെറ്റിൽ നിന്ന് ഇപ്പോൾ പിൻട്രസ്റ്റ് എന്ന് പറയുന്ന ആപ്പ് ഉണ്ട്, അതിൽ നിന്ന് ഞാൻ കുറേ പിക്ചേഴ്സൊക്കെ ഡൗൺലോഡ് ചെയ്ത് അങ്ങനെ നോക്കിയിട്ടാണ് വരയ്ക്കുന്നത്. ആദ്യം ഞാൻ ഔട്ട്ലൈൻ ഇട്ടിട്ടുണ്ട്, കടലാസ് പെൻസിൽ വെച്ചിട്ട് ഞാൻ ഔട്ട്ലൈൻ ഇട്ടിട്ടുണ്ട്. നമ്മൾ ആ ഒരു വാളിലേക്ക് ഏത് വാളിലാണ് വരയ്ക്കുന്നത് അതിനനുസരിച്ചുള്ള സ്കെയിലിലാണ് നമ്മൾ ആ ഒരു പിക്ചർ വരയ്ക്കുക കേട്ടോ. അതായത് ഇപ്പോൾ ഒരു ഫ്ലവർ വരയ്ക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ലീഫായിരിക്കണം അതിനുണ്ടാവുക. ഇപ്പോൾ ഫ്ലവർ വലുതും പിന്നെ അതുപോലെ ലീഫ് ചെറുതും അങ്ങനെ ആവാൻ പാടില്ലല്ലോ. പിന്നെ ആ വാളിനനുസരിച്ചിട്ടും കൂടെ നമ്മൾ സെറ്റാക്കി എടുക്കുകയാണ് വേണ്ടത്. എന്തോ ഭാഗ്യത്തിന് ഞാൻ ഫസ്റ്റ് തന്നെ ഔട്ട്ലൈൻ ഇട്ടപ്പോൾ തന്നെ ഏകദേശം ഓക്കെ ആയി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇതിൻ്റെ മുന്നേ പ്രാക്ടീസ് ചെയ്യും. ഒരു ഡ്രോയിങ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ മുന്നേ ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കും, എന്തെങ്കിലും ഒരു പേജിലോ അല്ലെങ്കിൽ വേറെ ഒരു കടലാസിലൊക്കെ വരച്ച് നോക്കും. അതിന് ശേഷമാണ് ഞാൻ അതുപോലെ നോക്കിയിട്ട് ആ ഒരു വാളിന് മാച്ചായിട്ട് ഞാൻ ആ സ്കെയിലിൽ പിക്ചർ വരയ്ക്കുകയാണ് ചെയ്യുക. പിന്നെയാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു ഔട്ട്ലൈൻ വരച്ചതിന് ശേഷം കളറ് ഫില്ല് ചെയ്യും. പിന്നെ ഈ ഒരു പെയിൻറ്റിങ്ങിൽ നമ്മൾ കളറ് ഫില്ല് ചെയ്യുന്നില്ല, ഔട്ട്ലൈൻ ഇങ്ങനെ ഇട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതാണ് കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവുക. പിന്നെ ഫില്ല് ചെയ്യണത് വേറെ വാളിൽ ഞാൻ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ വാളിൽ ഞാൻ ഇതാ ഈ കാണുന്ന ഒരു സ്റ്റൈലിലാണ് വരയ്ക്കുന്നത്. ഏകദേശം ഞാനതൊരു 2 ദിവസം കൊണ്ട് ഈ ഒരു വാള് കംപ്ലീറ്റ് ആക്കി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഇതാ ഈ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇതെങ്ങനെ ആവും എന്നുള്ളത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ആകാംക്ഷ ഉണ്ടാവും, ഇത് വരച്ച് കഴിയുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. പിന്നെ ഞാൻ പിൻട്രസ്റ്റിൽ നിന്നുള്ള ആപ്പിൽ നിന്നാണ് ഈ ഒരു പിക്ചർ സെലക്ട് ചെയ്തത്. ചില ഭാഗങ്ങളൊക്കെ ഞാൻ എൻ്റേതായിട്ടുള്ള സ്റ്റൈലിൽ ഞാനത് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഏകദേശം ഈ ഒരു വാൾ ഇതാ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് കാണാം കേട്ടോ. ഈ വരയ്ക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ ടേബിളും ചെയറും ഒക്കെ സെറ്റ് ചെയ്യണമല്ലോ, അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റ് ഫൈനൽ ലുക്കാണ് ഈ കാണുന്നത് കേട്ടോ. എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പിക്ചർ വരച്ച വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ ഭയങ്കര സന്തോഷവതിയാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു സന്തോഷമാണ് എൻ്റെ മുഖത്ത് കാണുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു ആർട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ, ഫീഡ്ബാക്കൊക്കെ തരൂ കേട്ടോ. പിന്നെ ഈ ഒരു കഫേയുടെ പുറത്തുള്ള വ്യൂ ആണിത്. ഇങ്ങനെ ഗ്രീൻ കളറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇനി ഞാൻ ഇവിടെയും കൂടെ ആർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ശരിക്കും ഈ ഒരു ആർട്ട് ചെയ്യുന്നത് മഴക്കാലത്താണ് കേട്ടോ, അതുകൊണ്ട് നല്ല മഴ പെയ്യുന്നുണ്ട്. 2-3 മാസം മുന്നേ എടുത്തൊരു വീഡിയോ ആണിത്. അപ്പോൾ ഇതുവരെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കഫേൻ്റെ ബാക്കി ഭാഗം കൂടെ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഈ കാണുന്നത്. അവിടെ ആ ഒരു ചുമര് കണ്ടല്ലോ, അവിടെയൊക്കെ ഞാൻ ചെറുതായിട്ട് ഞാൻ ആർട്ടൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഫ്രണ്ട് ഭാഗത്ത് വേറെ ഒരു ഭാഗം കൂടെ ഉണ്ട്. ഈ ഒരു കഫേൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡിസൈനിങ് മൊത്തം കണ്ടംപററി സ്റ്റൈലിലാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഭയങ്കര സിമ്പിളായിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ വരുന്നത് ഓപ്പൺ സ്പേസ് അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരുപാട് ആർട്ട് വർക്കൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ടീമായതുകൊണ്ട് എന്നെ എൻ്റേതായ എന്താ പറയുക ഫ്രീഡത്തിലാണ് അവർ വരയ്ക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു കഫേയുടെ ഫുൾ വർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല, ഇത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ആർട്ട് വർക്ക് കഴിഞ്ഞതിന് ശേഷം വേണം ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ എന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ്. ഇവിടുത്തെ സ്പെഷ്യൽ ഫുഡ് എന്ന് പറയുന്നത് ഫാസ്റ്റ് ഫുഡ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ നാടൻ ഫുഡായിട്ടുള്ള നമ്മുടെ ദോശ ഒക്കെയാണ് കേട്ടോ അവിടുത്തെ സ്പെഷ്യൽ. അപ്പോൾ അതാ ഇങ്ങനെയാണ് അതിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. ഈ ഒരു കഫേയിൽ നമുക്ക് കൂടുതലും കാണാൻ പറ്റിയ ലൈറ്റ് അറേഞ്ച് ചെയ്തതാണ്. അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ മേൽക്കൂര വരുന്നത് ഓടാണ് കേട്ടോ. അപ്പോൾ ആ ഒരു വൈബ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നൈറ്റ് ആയി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും.
ചെറിയ ബൾബും ഒക്കെ വെച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഫസ്റ്റത്തെ മസാല ദോശയാണ് കേട്ടോ കൊടുന്ന് തന്നിട്ടുള്ളത്. അടിപൊളി ടേസ്റ്റായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ നമ്മുടെ സെക്കൻഡ് വാൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ.